ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നല്ലൊരു മത്തൻ കുമ്പളങ്ങ വെച്ചിട്ട് നല്ലൊരു മോര് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ വെള്ളരിക്കയും പപ്പായൊക്കെ വെച്ചിട്ട് ചെയ്യുന്നത് പോലെ തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുമ്പളങ്ങയൊക്കെ എടുത്ത് ചെറിയ ചെറിയ പീസുകളാക്കി വെച്ചിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലോട്ടേക്ക് അതിനെ കഴുകി വെച്ചിട്ടുണ്ട്. അതിനുശേഷം അതിനകത്തൊക്കെ പച്ചമുളക്, ഒരു 5-6 പച്ചമുളക് കൂടി ഞാൻ അതിൻ്റെ അകത്തേക്ക് മുറിച്ചിടുന്നുണ്ട്. അതിൻ്റെ അകത്ത് മുളക് പൊടി ചേർക്കലില്ല മോര് കറിയിൽ, പച്ചമുളകാണ് ഇടുന്നത്. അപ്പോൾ നമ്മുടെ എരിവിന് ആവശ്യത്തിനനുസരിച്ചിട്ട് നല്ല എരിവുള്ള മുളകാണെങ്കിൽ 2-3 എണ്ണം മതി. ഇപ്പോൾ എൻ്റെ ഈ മുളക് അത്ര എരിവില്ലാത്തതായതുകൊണ്ട് ഞാൻ 5 എണ്ണം എടുത്തു. പിന്നെ അതിൻ്റെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത്, പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് അതിന് വെള്ളവും കൂടി ചേർത്തു അതിന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് അതിന് വേണ്ട അരപ്പിന് വേണ്ടിയിട്ടുള്ള തേങ്ങ ചിരവി എടുക്കാം. അപ്പോൾ ഇതിന് ആവശ്യത്തിനുള്ള തേങ്ങ ചിരവി, പിന്നെ അതിൻ്റെ അകത്തോട്ടേക്ക് കുറച്ച് ജീരകം, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇത് തേങ്ങ ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്ത് വരും. അതിന് അരപ്പിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അരച്ചെടുക്കുന്ന സമയത്ത് തന്നെ ഞാൻ അതിൻ്റെ അകത്തോട്ടേക്ക് കയ്യിലുള്ള തൈരും കൂടി ചേർത്തിട്ട് തന്നെയാണ് അടിച്ചെടുത്ത്. വെള്ളം ചേർക്കുമ്പോൾ ചിലപ്പം കറി നല്ല വെള്ളമായിട്ട് വരും. അതുകൊണ്ട് തൈര് തന്നെയാണ് ചേർത്തിട്ട് അടിച്ചെടുത്തത്. അപ്പോൾ അപ്പോഴത്തേക്കും നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. ഞാൻ ഒരു വിസിൽ വരുന്നതിന് മുന്നേ ഗ്യാസ് ഓഫാക്കി. പിന്നെ വിസിൽ അടിച്ചു കഴിഞ്ഞാൽ അത് നന്നായിട്ട് അടിഞ്ഞു പോയെന്ന പോലെ ഉണ്ടാവും. അപ്പം ഇങ്ങനെ ചെയ്തുകൊണ്ട് കഷ്ണങ്ങളൊക്കെ അങ്ങനെ കാണാനുണ്ട്, വെന്തിട്ടുണ്ട്, പക്ഷേങ്കിൽ കഷ്ണങ്ങൾ കാണാനുണ്ട്. അപ്പോൾ അരപ്പൊക്കെ ചേർത്ത് നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത്, പിന്നെ ഉപ്പ് വേണ്ടിക്കിൽ അതും കൂടി ഇട്ട് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. പിന്നെ അതിനുശേഷം ഞാൻ ഒരു കഷ്ണം വെല്ലം കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇടാറുണ്ട്. അത് നമ്മുടെ ഉപ്പും പുളിയൊക്കെ ബാലൻസായി വരും. നല്ല ഒരു ലൈറ്റ് മധുരം കൂടി ആയിട്ട് നല്ല രസമാണ് അത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതും കൂടി എല്ലാം ഇട്ടിട്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് അത് തിളച്ച് വരുന്ന സമയത്ത് നമുക്കതിലോട്ടേക്ക് വറുത്തിടാം. അപ്പോൾ അതിൻ്റെ വറവിനായിട്ട് ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൂടാവുമ്പോൾ അതിൻ്റെ അകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. പിന്നെ അതിലേക്ക് കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് ഉലുവയും കൂടി ചേർത്തിട്ട്, ഉലുവ ഒരു ബ്രൗൺ കളർ ആവുന്ന സമയത്ത് അതിനകത്തോട്ടേക്ക് വറ്റൽമുളകും പിന്നെ നമ്മുടെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അതും കൂടി ഒന്ന് മൂപ്പിച്ചെടുത്ത് നമുക്ക് ഇത് കറിയിലോട്ടേക്ക് വറുത്തിടാം. ഉലുവ ഒരു ബ്രൗൺ കളർ ആവുന്നവരെ ഒന്നൊന്ന് വെക്കണം. അതിനുശേഷമാണ് നമ്മുടെ മുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കറിയിലേക്ക് അത് ഒഴിച്ച് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നന്നായി ഇളക്കി കൊടുക്കുക. പിന്നെ അപ്പോഴത്തേക്കും നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ കുമ്പളങ്ങ മോര് കറി ഉണ്ടാക്കി നോക്കണേ.